എന്താ പരിപാടി? ഇന്ന് മീൻ കറി വെക്കാന്ന് വെച്ചു. ഇന്ന് ഞായറാഴ്ച ബീഫൊന്നുമില്ല. ഇന്ന് 2 ദിവസം മേടിച്ചല്ലോ, കാരണം വേണ്ട. ആർക്കും താല്പര്യമില്ലേ? മീൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പേര്? ഓലമീൻ എന്നാണ് പറഞ്ഞത്. ഓലമീൻ സദ്യക്കൊക്കെ വയ്ക്കില്ലേ നമ്മള് മുളകിട്ട് നല്ല കുറുന്നനെ, അതേപോലെ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മള് ചെറുള്ളി എടുത്താണല്ലേ? ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും സഹായിക്കാൻ നന്നാക്കാൻ. ഞായറാഴ്ചയൊക്കെ നമ്മള് കുറെ നമുക്ക് ചേട്ടല്ലേ പിന്നെ ചിക്കനോ ബീഫും ചേർത്തിട്ട് ഞായറാഴ്ച ആണെങ്കിൽ ഇറച്ചി വേണം. അന്നേരം ഞായറാഴ്ചക്ക് സുഖമുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മള് എല്ലാ ദിവസം വെള്ളിയാഴ്ച മേടിച്ച കാരണം ഇന്ന് മീനാക്കി. പുട്ട് കഴിച്ചടാ, കരം പുട്ടും തരച്ചാമ്മ. വന്നാ നല്ല പല്ലേച്ച് മുറയിട്ട് എപ്പോഴാ 11 മണിക്ക്. എന്നിട്ടും ചോറ് തിന്നണില്ല. എന്തെടുക്കല്ലേ കൈകൊക്കെ വെള്ളത്തിലോ. സവാളിനേക്കാൾ നല്ലത് ചെറുള്ളി അല്ല കറി വയ്ക്കാൻ. ചെറുള്ളിയാണല്ലോ. നമുക്ക് അതൊക്കെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല, സാധാ മുളക് പൊടി എല്ലാം കൂടി ഉണ്ടാക്കാം. ഇന്ന് വൈകിട്ട് പരിപാടി അറിയോ? എന്താ? ഏട്ടത്തല കപ്പ, പിന്നെ കട്ടൻ ചായ, പിന്നെ ഒരു നല്ലൊരു മഴ വരണം. മഴ വരണം. മീൻ്റെ മീനാണ് ഏട്ട. മീനാണ് ഏട്ട. പണ്ട് വീട്ടിനൊക്കെ വരുമ്പോ ഏട്ടത്തല മേടിച്ചിരുന്നത്. ചെറിയ ഏട്ടേട്ടാ. ഹായ് ചങ്കുകളെ, എല്ലാവർക്കും തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ 3 ദിവസമൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. ഇപ്പം ചെറിയ വെയിലുണ്ട്. എന്നിട്ട് രാവിലെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സമയം വൈകുന്നോറും മഴക്കുള്ള ലക്ഷണമൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യട്ടെ, ആൾക്കാർക്ക് മഴ പെയ്യേണ്ട ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ മഴ കൂടിയത് പ്രശ്നം. അപ്പൊ അതൊന്നും കേട്ടെ. അപ്പൊ നമ്മളിന്ന് ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ നിരക്ക് മേടിക്കാറ്. ഇതുണ്ടായി നമ്മളിന്ന് മീൻ. അപ്പൊ നമ്മള് കുറച്ച് ഓലമീൻ മേടിച്ചിട്ടുണ്ട്, അത് കറി വയ്ക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നുവെച്ചാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ തൊട്ടേക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ നമ്മുടെ കറി ഉണ്ടാക്കാൻ ഇപ്പൊ എല്ലാവരും മീൻകറിയൊക്കെ വയ്ക്കും. അപ്പൊ നമ്മളെ രീതിയിൽ നമ്മൾ കാണിക്കണത്. അപ്പൊ അങ്ങനെ കണ്ടു നോക്കുന്നുണ്ട്, അഭിപ്രായം പറ കണ്ടിട്ട്. അപ്പൊ നമ്മൾ എടുത്തേക്കണത് ഓലമീൻ. ഓല എന്ന് പറഞ്ഞിട്ട് മീനുണ്ട്, സദ്യക്കാരൊക്കെ ഉപയോഗിക്കും അധികം. അപ്പൊ നമ്മള് ഓലമീൻ എടുത്തിട്ടുണ്ട് 1 കിലോ. പിന്നെ നമ്മള് ഒരു 4 പച്ചമുളക്, ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു 10-20 ചെറുള്ളി, ഒരു 4 കുടപ്പുളി, പിന്നെ ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി, ഫിഷ് മസാല. അതിൽ കാശ്മീരി 2 ടീസ്പൂൺ, സാധാ മുളക് പൊടി 3 ടീസ്പൂൺ, ഫിഷ് മസാല 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ വറ്റൽമുളക് 4 എണ്ണം, പിന്നെ ആവശ്യത്തിന് വേപ്പില, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പൊ ഇത്ര ഐറ്റംസ് നമ്മളിപ്പോ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണത്.
അപ്പൊ നേരെ നമുക്ക് ഇനി കറി വെക്കാം അല്ലേ? കറി വെക്കാം. നേരെ ഒന്നും കളയണ്ട, വലിച്ചു നീട്ടണ്ട. അപ്പൊ നമുക്ക് നേരെ കറി ഉണ്ടാക്കാൻ പോകാം. കറി ഉണ്ടാക്കാൻ നമുക്ക് നേരെ കളയണ്ട. നേരത്തെ കറി വെച്ച് വെക്കണം. വൈകുന്നേരത്തേക്ക് നല്ല അടിപൊളിയാവുന്നതായിരുന്നു. ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട്. അപ്പൊ അതൊന്നും ടേസ്റ്റ് ചെയ്യാം. ഇന്ന് വൈകിട്ടില്ല. അപ്പൊ നമ്മുടെ ചട്ടിയുടെ അതിന് വെളിച്ചെണ്ണ വെച്ചോ? ആ മതി മതി. അത്യാവശ്യം ഇപ്പൊ വെളിച്ചെണ്ണ ഉണ്ടല്ലേ? ശരിക്കും വെളിച്ചെണ്ണ കുറച്ച് വേണമല്ലേ ഞങ്ങൾക്ക് കറിക്ക്? എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക്, ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ, നന്നായിട്ട് കടലെ കഴിക്കും. ഉലുവ പൊട്ടില്ല. ഈ 4 പച്ചമുളക്, 2 വേപ്പില, 2 വേപ്പില. പിന്നെ വേപ്പില ബാക്കി പിന്നീട് ഇടാം. അമ്മ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കണത് കിട്ടുന്നുണ്ട്. 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, എല്ലാം കൂടി നമുക്ക് വഴറ്റാൻ. അപ്പോൾ നമ്മളെങ്ങനെയായിട്ട് വയ്ക്കണത്? അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ വയ്ക്കണമെന്ന് വെച്ച് നോക്കും. അല്ല, നമ്മളെ രീതിയിൽ നമ്മൾ വയ്ക്കുന്നത്. ഓരോരുത്തർ ഈ കോട്ടയം സ്റ്റൈല്, കണ്ണൂർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കറി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ തൃശ്ശൂർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ വയ്ക്കുന്നത്. ഇവിടെ തൃശ്ശൂർ തന്നെ പല ആൾക്കാരും പല ടൈപ്പിൽ വയ്ക്കാം. നന്നായിട്ടൊന്ന് മൂക്കോട്ടെ. ശരിക്കും നന്നായിട്ട് മൊഴിയുണ്ടല്ലോ. മൊഴിയുണ്ടോ? മൊഴിഞ്ഞ കൊഴുപ്പൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിക്ക് ഇത്ര വാടിയാൽ മതി. നമുക്ക് ഇനി പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, കാശ്മീരി, സാധാ മുളക് പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എന്നിട്ടൊന്ന് ആ പച്ചമുളകൊന്ന് പോട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റൈലിലുള്ള മീൻകറിയുടെ കൂട്ട്. ചൊവ്വാതിരിക്കുന്ന മസാല. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ അത്ര ചുമപ്പില്ല. ചട്ടിൽ നോക്കുന്ന അടിപൊളി ചുമപ്പാ. പക്ഷെ മൂത്തില്ലേ? മുരിയാൻ പാടില്ല. മുരിഞ്ഞ മീൻകറിയുടെ ടേസ്റ്റ് മൂക്കാനേ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 4 കുടപ്പുള്ളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഗ്രേവിക്കായിട്ട് വെള്ളം, കുടപ്പുള്ളിയുടെ കരിയ കിടക്കുന്നതിനകത്ത് കുഴപ്പമില്ല. ചാറ് മതി. ഇത് അധികം ചാറായ കറിയുടെ ടേസ്റ്റ് പോകും. നീ തിളക്കട്ടെ. ആവശ്യമല്ല, ഉപ്പ് വേണം. വെച്ചിട്ടേ ഉപ്പിട്ട കഷ്ണത്തില് അങ്ങനെ പിടിക്കാത്ത നമുക്കൊന്ന് മൂടി വയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ട് നമുക്ക് കഷ്ണം ഉണ്ടെങ്കിൽ കഷ്ണം വാങ്ങും. ഇത് ഒന്നും വറ്റി കുറുകണം. ഇതൊക്കെ മൂടി ഇരിക്കട്ടെ. നമുക്കിത് മൂടി വയ്ക്കുക. ഇതൊന്ന് വേവട്ടെ. മീൻ
അപ്പോൾ നമ്മുടെ ഓലമീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒന്നുകൂടി ചാറ് വറ്റാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഓലമീൻ കൂട്ടില്ല. അപ്പോൾ ആൾക്ക് ചാള മത്തി എന്നൊക്കെ പറയും. അത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഒന്നുകൂടിയും ചാറൊന്ന് വറ്റട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ തീർത്തിട്ടൊന്ന് പിന്നെ പറ്റും. മതിയല്ല ചട്ടിയിലിരുന്ന് പറ്റുമത്. ചാറ് മതി. ഇതിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിഞ്ഞു പോയി ലേശം വേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അടിപൊളി ഓലമീൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡൂപ്പർ അടിപൊളി ഓലമീൻ കറി അത് തയ്യാറായി. നമുക്കിത് ഉപയോഗിക്കാം. ഇനി സ്റ്റവ് ഓഫാക്കുക. എന്നിട്ട് ചാറ് കുറച്ചും കൂടി പറ്റിക്കോളും. സൂപ്പറായിട്ടുണ്ടല്ലോ നമ്മുടെ ഓലമീൻ കറി അടിപൊളി ആയിട്ടുണ്ട്. കണ്ടാ അപ്പൊ ഇതുപോലെ വെക്കാത്ത ആൾക്കാര് ഇതുപോലെ വെച്ച് നോക്ക. നല്ല സൂപ്പർ കറി. നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പ് പുളി മസാല എല്ലാം കറക്റ്റ്. നാളേക്ക് ഇത് അടിപൊളി കറിയാണ്. അടിപൊളി. അപ്പൊ ഇതുപോലെ വെച്ച് നോക്കാത്ത ആൾക്കാർ ഇതുപോലെ വെച്ച് നോക്കട്ടോ. സൂപ്പർ ഐറ്റംസ് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് എത്രയും പെട്ടെന്ന് വീണ്ടും വരും. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മള് ബൈ. സപ്പോർട്ട് ചെയ്യാൻ പറയണം. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറയണം. നമുക്ക് സപ്പോർട്ട് മതിയല്ലേ? സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടാ.